ബാഴ്സലോണയുടെ കിരീടക്കുതിപ്പ് തുടരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നടന്ന മത്സരത്തിൽ അലാവസുമായിട്ട് 3-0 മികച്ച വിജയമാണ് അവർ കൈവരിച്ചിട്ടുള്ളത്. ലെവൻഡോസ്കിയുടെ വകയാണ് 3 ഗോൾ ഹാട്രിക്ക് നേടി അദ്ദേഹം. ബാഴ്സലോണയുടെ കരുത്ത് നമുക്കറിയാലോ. ഇപ്പോഴത്തെ നിലവിലെ ബാഴ്സലോണയുടെ ടീമിൻ്റെ സ്ട്രെങ്ത്ത്, യമാൽ, റഫീനിയ, ലെവൻഡോസ്കി പോലുള്ള മികച്ച ഒരു 11 അവർ പ്രാവശ്യത്തെ സീസണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലെവൻഡോസ്കിൻ്റെ 3 ഗോളോട് കൂടിയാണ് അലാവസിനെയും അവർ പരാജയപ്പെടുത്തി ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിലകൊള്ളുകയാണ്. റയൽ മാഡ്രിഡുമായിട്ട് ഒരേ ലെവലിൽ പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഇന്നലത്തെ റയൽ മാഡ്രിഡിൻ്റെ വിജയത്തോടു കൂടി 2 ടീമുകളും റയലും ബാഴ്സയും ഒരേ പോയിന്റ് നിലയിലായിരുന്നു. എങ്കിലും ഇപ്പോൾ ബാഴ്സ ഒരു മത്സരം കുറച്ചായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു മത്സരം കൂടി ജയിച്ചപ്പോൾ ഏകദേശം റയലിൻ്റെ മുന്നിൽ എത്തി എന്നുള്ള, റയലിനെക്കാട്ടിലും മുന്നിൽ ബാഴ്സ. അപ്പോൾ ഏതായാലും ലെവൻഡോസ്കി അദ്ദേഹത്തിൻ്റെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പവർ കളിയിലുടനീളം കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ബാഴ്സലോണയുടെ പ്രാവശ്യത്തെ ടീമിൻ്റെ അവസ്ഥ. യമാൽ, അതുപോലെ റഫീനിയൊക്കെ എത്ര എടുത്തു പറഞ്ഞാലും മതിയാവാത്ത താരങ്ങളാണ് ഈ സീസണിൽ. അപാര ഫോമിലാണ് രണ്ടും. നമ്മളെ റഫീനിയൊക്കെ ബ്രസീലിൻ്റെ മത്സരങ്ങൾ വരുമ്പോൾ അദ്ദേഹം നമ്മളൊന്നും പ്രതീക്ഷിച്ച അത്ര രീതിയിൽ ഉയരുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പലർക്കും അഭിപ്രായമുണ്ട്. എങ്കിലും ക്ലബിലേക്ക് വരുമ്പോൾ ബാഴ്സലോണയുടെ കുപ്പായം ഇടുമ്പോൾ അദ്ദേഹം ഇപ്പോൾ നിലനിർത്തുന്ന ഈ ഒരു ഫോം, അദ്ദേഹം പല താരങ്ങളെയും അമ്പരപ്പിക്കുന്ന ഫോമിലാണ് ഇപ്പോൾ അദ്ദേഹം തുടരുന്നത്. അതേപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു താരമാണ് യമാൽ. നമുക്കറിയാലോ, കഴിഞ്ഞ യൂറോ കപ്പ് മുതൽ അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാഴ്സലോണക്ക് വേണ്ടിയിട്ട് തന്നെ ഗോളുകളും അസിസ്റ്റുകളുമായിട്ട് മുൻപന്തിയിലുണ്ട് അദ്ദേഹം. ഏതായാലും മികച്ച ഒരു 11 മികച്ച മുന്നേറ്റ നിരയുമായിട്ട് ഉദിക്കുകയാണ് ഇപ്രാവശ്യം ബാഴ്സലോണ. റയലും അതേമാതിരി തന്നെയാണ്, മികച്ച 11 ഉണ്ട്. നമുക്ക് ഇനി കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ, അതാണ് നമുക്കൊക്കെ ആവേശം പകരുന്ന അടുത്ത മത്സരം. ക്ലബ്ബ് ഫുട്ബോളിലെ ഏറ്റവും ആവേശം വരുന്ന അടുത്ത മത്സരം ഒരുപക്ഷെ റയൽ ബാഴ്സയും തമ്മിലുള്ള എൽ ക്ലാസിക്കോ ആയിരിക്കുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. കാരണം 2 ടീമും ശക്തരാണ്. അപ്പോൾ ഏതായാലും കാത്തിരിക്കാം നമുക്ക് ഒരു 1-1.5 പോരാട്ടത്തിനായിട്ട്, അല്ലേ?